കേരളം കണ്ട ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ എക്സ്പോയ്ക്ക് ഇന്ന് കൊല്ലത്ത് കൊടിയിറങ്ങുകയാണ്. റിപ്പോർട്ടർ ടിവിയും മൈക്രോടെക്കും ചേർന്നാണ് എക്സ്പോ നടത്തുന്നത്. കൊല്ലം റാവീസ് ഹോട്ടലിൽ വെച്ചാണ് എക്സ്പോ. ഇതുവരെ 9 ജില്ലകളിൽ നടത്തിയ എക്സ്പോ വലിയ വിജയമായിരുന്നു. നമ്മളോടൊപ്പം മൈക്രോടെക് ചെയർമാൻ ഷിബു കെ മുഹമ്മദും സംഘവും ചേരുന്നുണ്ട്. ഷിബു, വെരി ഗുഡ് മോർണിംഗ്. ഷിബു, വെരി ഗുഡ് മോർണിംഗ് അരുൺജി. അതെ, ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെയൊക്കെ അവിടെ മിസ് ചെയ്യുന്നുണ്ട് ഒരർത്ഥത്തിൽ. വെരി ഗുഡ് മോർണിംഗ്. മൈക്രോടെക്കിന്റെ ആദ്യ യാത്രയിലൊക്കെ ഞാൻ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അതെ 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 അരുൺജിയെ ശരിക്കും ഞങ്ങളിപ്പോൾ ഇന്ന് പോലും പറഞ്ഞുള്ളൂ, അരുൺജിയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുടെ മുന്നേ ഉള്ള ഇവന്റുകളിലൊക്കെ താങ്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ, ശരിക്കും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇതുവരെയുള്ള ഒരു ദുബായിലും ഇന്ത്യയിലും ഒക്കെ ആയി ഒത്തിരി പ്രതികരണം? യഥാർത്ഥത്തിൽ നമ്മൾ മെയ് 8-ാം തീയതി തൃശ്ശൂരിൽ വെച്ചാണല്ലോ ഈ ഒരു എക്സിബിഷൻ തുടങ്ങിയത്. നമ്മളും റിപ്പോർട്ടർ ചാനലും കൂടി സംയുക്തമായി തുടങ്ങിയ ഈ എക്സിബിഷൻ ഇന്നിപ്പോൾ അവസാന ദിവസമായ കൊല്ലത്ത് റാവിസ് ഹോട്ടലിലാണുള്ളത്. വളരെ സന്തോഷത്തിലാണ്, ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്. കാരണം കഴിഞ്ഞ 10ാമത്തെ വെന്യൂയാണ്. ഈ 10 വെന്യൂകളിലും ജനങ്ങൾ, വിദ്യാർത്ഥികളും വളരെയധികം നെഞ്ചിലേറ്റിയ ഒരു എക്സിബിഷനായി മാറി ഇത് എന്നുള്ളത് നമുക്കും റിപ്പോർട്ടറിനും ഒക്കെ ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം കുറേ കാലങ്ങളായി നമ്മുടെ ഈ കൊറോണയ്ക്കൊക്കെ ശേഷം എഡ്യൂക്കേഷൻ എക്സിബിഷനുകൾ വളരെ കുറഞ്ഞു നിൽക്കുകയായിരുന്നു. കുട്ടികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ എക്സിബിഷനിലേക്ക് വരുന്ന ഒരു പ്രവണത കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റുമായി ഇറങ്ങുന്നതും അത് ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും വിദ്യാർത്ഥികളും രക്ഷിതാക്കൾക്കും ഒട്ടേറെ പ്രയോജനകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഏകദേശം 10 ജില്ലകളിലായി ഇത്തവണ കൂടുതലും വിദ്യാർത്ഥികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ആ ഒരു കോഴ്സുകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചിരുന്നത്. പിന്നെ പാരാമെഡിക്കൽ നഴ്സിംഗ് കോഴ്സുകൾക്കാണ് കൂടുതലും ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ വിവിധ യൂണിവേഴ്സിറ്റികളുടെ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും ഒക്കെ നമ്മുടെ എക്സ്പോയിൽ പങ്കെടുത്തു അല്ലേ? തീർച്ചയായിട്ടും തരും. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ SRM, RV യൂണിവേഴ്സിറ്റി, ശിവനാരാർ യൂണിവേഴ്സിറ്റി പോലെയുള്ള ഇന്ത്യയിലെ ലീഡിംഗ് യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ സാധാരണ ഇത്തരം യൂണിവേഴ്സിറ്റി പ്രതിനിധികളുമായി സംസാരിക്കണമെങ്കിൽ അതാത് കോളേജിൽ പോയി സംസാരിച്ച് അഡ്മിഷൻ ഉറപ്പുവരുത്തുന്നതിന് പകരം അവർക്ക് നേരിട്ട് കോളേജ് പ്രതിനിധികളെ കാണാനുള്ള വലിയൊരു അവസരം തന്നെ ആയിരുന്നു. മാത്രമല്ല സാധാരണ കുറേ നമ്മൾ എഡ്യൂക്കേഷൻ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിലെ കൺസൾട്ടൻറ്റുമാരുടെ ഒക്കെ സ്റ്റാളുകൾ വിസിറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതി ആണ് നമ്മൾ ഇത്രയും നാളുകൾ കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് നമ്മളൊരു പുതിയ രീതിയിലുള്ള ഒരു എക്സിബിഷൻ സ്ട്രാറ്റജിയാണ് ഇത്തവണ ചെയ്തത്. ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഒത്തിരി ആക്ടിവിറ്റീസ്, ഒരു ദിവസത്തെ 1 ഡേ പാക്ഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം അരുൺജി, നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളതാണ്, കുട്ടികൾ റോങ് ആയിട്ടുള്ള കോഴ്സുകളാണ് തിരഞ്ഞെടുക്കാറ്. അതായത് ഒരു കുട്ടിയുടെയും അഭിരുചി മനസ്സിലാക്കാതെ റോങ് ആയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള സൈക്കോമെട്രിക് ടെസ്റ്റ് സൗജന്യമായി കൊടുത്തത് ജനങ്ങൾ വല്ലാതെ ഏറ്റെടുത്തു. മാത്രമല്ല പുതിയ ടെക്നോളജികൾ, AR VR, അതുപോലെ റോബോട്ടുകൾ, അതുപോലെ തന്നെ പ്ലാനറ്റോറിയം, അത്തരത്തിലുള്ള കുറേ സംവിധാനങ്ങൾ ഒരുക്കി അതെല്ലാം കണ്ട് ഒരു ദിവസത്തെ ഒരു കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ഷോ ആയിരുന്നു നമ്മളിവിടെ നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വഴികാട്ടിയായിട്ട് മാറാൻ മൈക്രോടെക്കിന് സാധിക്കട്ടെ. So, congrats entire team. Thank you so much. നമ്മുടെ ടീം കൂടെ ഉണ്ട്. അരുൺജിക്ക് അറിയുന്നതാണ്. അതെ അതെ, എല്ലാവരും കൂടെ ഉണ്ട്. നമ്മുടെ ടീം വർക്കിന്റെ വിജയമാണിത്. ടീം വർക്കിന്റെയും റിപ്പോർട്ടറിന്റെയും ഒക്കെ ചേർന്നൊരു വിജയമാണ്. ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ പറഞ്ഞിരുന്നു കേരളം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷിബു മുഹമ്മദ് ആണ് നമുക്കൊപ്പം ചേർന്നത്. മൈക്രോടെക്കിന്റെ ചെയർമാനാണ് ഷിബു കെ മുഹമ്മദ്.